ഹായ് ഫ്രണ്ട്സ്, സിജി ക്യൂ ഫുഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കണവ തോരനാണ്. നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയുമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കണവ തോരനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കണവ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കണവ ഞാനിവിടെ 1/2 കിലോ കണവ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇത് റൗണ്ടിലാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്ത് എടുക്കാൻ ഇഷ്ടം അതേ രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ കണവ പിന്നെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാശ്മീരി മുളക് വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണവ എപ്പം വയ്ക്കുമ്പോഴും നമുക്ക് കുറച്ച് എരിവിൽ വെക്കുന്നതാണ് ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെയൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതിലേക്ക് മസാല പിടിക്കുകയും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എത്രയും നേരം നമുക്ക് വെക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ഒന്ന് വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1 മണിക്കൂറോളം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈ കണവ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു 25 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക, അതാണ് വളരെ ടേസ്റ്റ് ആയിട്ട് ഉള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സവോള എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് പെരുംജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഐറ്റംസും പൊടികളും ഒന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരിക്കലും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. നമുക്കിത് ഈ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പം മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പം നമ്മുടെ വെക്കുന്ന തോരന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറിവേപ്പിലയ്ക്ക് വലിയ ക്ഷാമമില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറിവേപ്പില കിട്ടാൻ കുറച്ച് പാടാണ്. എന്നെങ്കിലും കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കണവ കുറച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുത്തിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണവയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. എല്ലാം ഒരേപോലെ നന്നായിട്ട് വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കണവയ്ക്ക് അധികം വേവൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കല്ല് കണവ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്ന ഒരു ഫിഷാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ ഈ കണവയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമുക്ക് ഈ കണവ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണവ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കണവ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഒരുപാട് നേരം നമ്മൾ കണവ കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കണവ ഒരുമാതിരി റബ്ബർ പോലെ നമുക്ക് ചവച്ച് കഴിഞ്ഞാൽ ചവ കൊള്ളത്തില്ല, ഇങ്ങനെ റബ്ബർ ഇട്ട് ചവയ്ക്കുന്ന പോലെ ഇരിക്കും. അപ്പം കണവ ഒരിക്കലും നമ്മൾ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഇതിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കിയാൽ ഇതേപോലെ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഇതേപോലെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടി പിടിക്കും. അപ്പം നമ്മൾ കൂടെ ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം എന്താ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇത് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. അപ്പം ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പാതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കണവ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് എക്സ്ട്രാ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഈ തേങ്ങ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണവയിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കണവയും നന്നായിട്ട് കുക്കായി വരും. ഇനി ഇതിൽ നിന്ന് നമ്മളൊന്ന് അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കൂടെ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടെ എനിക്കൊരു എരിവ് വേണമെന്ന് തോന്നി. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെപ്പോൾ കണവ വെച്ചാലും ജസ്റ്റ് ഒരു നല്ലൊരു എരിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. കുരുമുളക് പൊടിയാണ് സത്യത്തിൽ ഈ കണവ റോസ്റ്റ് ചെയ്താലും തോരൻ വെച്ചാലും കറി വെച്ചാലും നമുക്ക് കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണവ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടും. അപ്പം നമ്മുടെ കണവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവ തോരനാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇനി കണവ മേടിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പികളുമായി വീണ്ടും കാണുന്നവരെ താങ്ക്